ശ്രീ വി ആർ അനൂപ്, ഈ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണവുമായി മുന്നോട്ട് പോയ UDF-ന് ഈ അൻവർ ഫാക്ടർ ഒരു കല്ലുകടിയായോ? ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിട്ടില്ല ഇതുവരെ ഒരു പൂർണ്ണ തോതിൽ. മറ്റൊന്ന്, സ്വരാജ് ആ അർത്ഥത്തിൽ ഒരു എഡ്ജ് എടുക്കുന്നു, മറ്റ് കല്ലുകടികളൊന്നും ഇല്ലാതെ അവർ അടുക്കും ചിട്ടയുമായി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു. അൻവർ എന്നൊരൊറ്റ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ വരുന്നു. ആരും പറഞ്ഞയക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ നിലത്തിൽ അനുനയിപ്പിക്കാൻ പോകുന്ന വാർത്തകൾ വരുന്നു. ഇതൊക്കെ ഒരു പ്രചാരണത്തിന്റെ ശോഭ കെടുത്തിയോ? ഒരിക്കലുമില്ല. ഇവിടെ പ്രകാശൻ മാസ്റ്റർ എന്ന് പറഞ്ഞാലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുകയാ. അൻവർ ഉണ്ടാക്കിയ ഒരു ഓളത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വന്നവരല്ല ഞങ്ങൾ. അദ്ദേഹം പറയുന്നത് എന്താ? കഴിഞ്ഞ ഒരു 8-9 വർഷമായി ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭരണകക്ഷിയുടെ MLA ആയ അൻവർക്കും പറയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു പുതിയ ആരോപണം അന്തരീക്ഷത്തിൽ നിന്ന് ഉന്നയിക്കുകയല്ല. ഇത് എത്രയോ കാലമായി കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. കേരളത്തിലെ പോലീസിംഗ്, പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് അടിമുടി സംഘപരിവാർവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ആദ്യഘട്ടങ്ങളിൽ അതിനെ പ്രതിരോധിച്ച ആളാണ് അൻവർ എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം തന്നെ ഇടപെട്ട ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഞങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാവുകയും അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം മുന്നണിയുടെ ഭാഗമായി തന്നെ ഉന്നയിക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ പിണറായി വിജയൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ചട്ടവുമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഭരണകക്ഷി MLA ആയ അൻവറേക്കാൾ എനിക്ക് വിശ്വസിക്കാവുന്നത് എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ആ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അനിവാര്യ സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. പിണറായി വിജയന്റെ തുടർ ഭരണത്തെ അവസാനിപ്പിക്കണം എന്നുള്ളതിനാണ് ഞങ്ങളുടെ നിലപാട്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വാര്യംകുന്നിനെ കൂട്ടത്തിലുള്ളവർ ചതിച്ചതുപോലെ ഇവിടെ ചതി സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ചതിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അത് VS സുനിൽകുമാർ പറയില്ലേ? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മുൻ മന്ത്രിയായ CPIയുടെ ഉന്നതനായ നേതാവ് തന്നെ ആവർത്തിച്ചു പറഞ്ഞു, പോലീസിന്റെ ഭാഗമായ ആളുകൾ സംഘപരിവാറിനെ സഹായിച്ചു എന്ന് പറഞ്ഞത് എന്താ? ഇത് വളരെ കൃത്യമായി വസ്തുതകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമല്ല, വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്. പിണറായി വിജയന്റെ തുടർ ഭരണത്തെ അവസാനിപ്പിക്കണം. പോലീസിംഗ് അടിമുടി സംഘപരിവാർവൽക്കരിക്കപ്പെട്ടു. പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഇവിടെ കേരളത്തിൽ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു സ്വരാജ് എന്തോ വലിയ സംഭവമാണെന്ന് സ്ഥാപിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വരാജിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? അദ്ദേഹം പാലസ്തീനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പാലസ്തീനെ കുറിച്ച് സംസാരിച്ച ഏക വ്യക്തി സ്വരാജ് മാത്രമാണോ? മനുഷ്യത്വം അവശേഷിക്കുന്ന നമ്മളൊക്കെ പാലസ്തീന് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളുകളല്ലേ? സ്വരാജ് മാത്രമാണോ കേരളത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സ്വരാജ് സംസാരിച്ചതിന് അതിന് പ്രാധാന്യം കിട്ടാൻ ഒരു കാരണം ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹമാസിനെതിരെ സംസാരിച്ച പശ്ചാത്തലത്തിലായിരിക്കണം. പക്ഷേ സ്വരാജ് പാലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോഴും ഇസ്രായേലിനെതിരെ സംസാരിക്കുമ്പോഴും സ്വരാജ് അദ്ദേഹത്തിന് തന്നെ പ്രശസ്തമായ ഒരു വാചകമില്ലേ, മിസൈൽ വീട്ടുമുറ്റത്ത് വീഴുന്നത് വരെ യുദ്ധം ആഘോഷമാണെന്ന് പറയുന്നത് പോലെ ഫാസിസം അതിന്റെ ഇരകളെ സ്വരാജിന്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാടെന്താ? ഞാൻ തന്നെ പലപ്പോഴും ഉന്നയിക്കാൻ ശ്രമിച്ച പ്രശ്നമുണ്ട്. അദ്ദേഹം MLA ആയിരുന്ന തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ സ്വാമി അഗ്നിവേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധൻ അദ്ദേഹം വന്ന് അവിടെ നടക്കുന്ന RSSന്റെ പരിരക്ഷണയിലുള്ള യോഗ സെന്ററിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും, ഞങ്ങളടക്കം അതിനെതിരെ സമരം ചെയ്തപ്പോൾ പോലും ഒരക്ഷരം മിണ്ടാതിരുന്ന വ്യക്തിയുടെ പേരാണ് ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായ സ്വരാജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ മലപ്പുറം ജില്ലയിൽ പോലീസിനെ കുറിച്ച് ഇത്ര വലിയ ആക്ഷേപങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഒരക്ഷരം പോലെ പ്രതികരിക്കാതിരുന്ന ആളാണ് സ്വരാജ്. അപ്പൊ സ്വരാജ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നത് ചിലരുടെ നിർമ്മിതി മാത്രമാണ്. സ്വരാജ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇത് EMS മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ നിലപാടെടുത്ത് പിന്നീട് മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനു ശേഷവും സദ്ദാം ഹുസൈനെ പ്രകീർത്തിച്ചാൽ കേരളത്തിലെ മുസ്ലിം മനസ്സ് അനുകൂലമാകുമെന്ന് പറയുന്നത് പോലെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ഈ കോസിനെതിരെ സംസാരിക്കുകയും ഈ കോസിനോട് നിലപാടെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ പാലസ്തീൻ പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ, മനുഷ്യത്വമുള്ളവർ ആരും സംസാരിക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മൗനങ്ങളെ ഈ പറയുന്ന നമുക്ക് മൂടാൻ കഴിയില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കാൻ പോകുന്നത് സ്വരാജ് സംസാരിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണ്.
പിണറായി വിജയന്റെ ഭരണത്തിലെ അതിന്റെ ഫാസിസ്റ്റ് അനുകൂല സമീപനങ്ങളെ കുറിച്ച് സ്വരാജിന്റെ മൗനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്താൻ പോകുന്നത്. പിണറായി വിജയന്റെ പോലീസിംഗിന്റെ LDFന്റെ സംഘപരിവാർ അനുകൂല സമീപനത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡറായി സ്വരാജ് നിൽക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്ന കാലവും സമയവും സാഹചര്യവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനകത്ത് വ്യക്തിപരമായ മറ്റ് ആരോപണ പ്രത്യാരോപണങ്ങൾ കുടുങ്ങിപ്പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. അതായത് ഈ അൻവർ ഫാക്ടർ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് അൻവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വൈയക്തികമായ കാര്യങ്ങളല്ലോ, അദ്ദേഹം ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങളാണെന്നേ. രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായ വൈര്യനിര്യാതന ബുദ്ധികൾക്ക് അപ്പുറത്താണ്. ഞങ്ങൾക്ക് അൻവറിനോടെന്നല്ല പിണറായി വിജയനോട് പോലും വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലല്ലോ നമ്മൾ തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു നയമുണ്ട്. അത് രാഷ്ട്രീയമായും ഭരണപരമായും സംഘപരിവാർ അനുകൂല സമീപനമാണ്. അതിനെ എതിർക്കാൻ ഇന്ന് ശേഷിയും ശേമുഷിയുമുള്ള അതിന് കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. അപ്പോൾ പിണറായി വിജയനെ എതിർക്കുന്ന ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അവസാനം വോട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്കാണെന്നുള്ള ഉയർന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് പൊളിറ്റിക്കലായി ഞങ്ങൾ ഉന്നയിക്കുകയും രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി.